ഹായ് ഓൾ, എൻ്റെ പേര് തസ്നി. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കരിക്കോടാണ്. ഞാനിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസ് കോളേജിൽ BA പ്രോഗ്രാം ജോഗ്രഫി പ്ലസ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഗ്രഫി മേജർ ആൻഡ് ഇംഗ്ലീഷ് മൈനറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള പഠനം ഞാൻ പൂർത്തിയാക്കിയത് എൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു. 10ാം ക്ലാസ് ഞാൻ പൂർത്തിയാക്കിയത് TKM സെമിനാറി പബ്ലിക് സ്കൂളിൽ നിന്നും, +2 പൂർത്തിയാക്കിയത് TKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആയിരുന്നു. സോ +1 കാലഘട്ടത്തിലായിരുന്നു ആദ്യമായിട്ട് CUET എക്സാം നടത്തിയിരുന്നത്. പിന്നീട് ഞാൻ +2 തുടങ്ങിയപ്പോൾ തന്നെ തീരുമാനിച്ചു CUET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നും CUET വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്നുമൊക്കെ. സോ അങ്ങനെ +2 ആദ്യവാരം തന്നെ ഞാൻ Prepwise-നെ കുറിച്ച് അറിഞ്ഞു തുടങ്ങി. CUET എക്സാംസിൻ്റെ കാര്യം യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അറിയുന്നത് Prepwise-നെ കുറിച്ചാണ്. എന്നിട്ട് ഉടൻ തന്നെ ഞാൻ Prepwise-ൽ ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമായ ILP ബാച്ച് ഹ്യൂമാനിറ്റീസിൽ ജോയിൻ ചെയ്യുകയും സ്കൂൾ ബോർഡ് എക്സാംസിൻ്റെ കൂടെ തന്നെ CUET പ്രിപ്പറേഷൻസ് കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ബോർഡ് എക്സാംസിനും CUET-ലും നല്ല സ്കോർ ചെയ്യാൻ പറ്റി. ILP ബാച്ചിൽ ബോർഡ് എക്സാംസും CUET പ്രിപ്പറേഷനും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ് ഉള്ളത്. അതിനായിട്ട് Prepwise-ൻ്റെ വീഡിയോ ക്ലാസ്സസും വാല്യൂ ആഡഡ് നോട്ട്സും ടെസ്റ്റ് സീരീസും ഉണ്ട്. എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ +2 ബോർഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ CUET-ക്കും പ്രിപ്പയർ ചെയ്തത്. സോ ഓരോ ചാപ്റ്ററും കവർ ചെയ്യുമ്പോൾ തന്നെ Prepwise-ൻ്റെ വീഡിയോ ക്ലാസ്സസും വാല്യൂ ആഡഡ് നോട്ട്സും നോക്കുകയും അതിനുശേഷമുള്ള ടെസ്റ്റ് സീരീസും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ബോർഡ് എക്സാംസിന് ശേഷം CUETസിൻ്റെ മാത്രമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അതും അറ്റൻഡ് ചെയ്യുകയും നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കുകയും എല്ലാം നോട്ട് ചെയ്ത് കറക്ഷൻസ് ഒക്കെ വരുത്തുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നീട് CUET എക്സാമിന് ആയിട്ട് ഒരു മാസം സമയം മാത്രമേ കിട്ടിയുള്ളായിരുന്നു. എന്നിട്ടുള്ള മെയ് 21 എക്സാം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ജൂലൈ വരെ എൻ്റെ എക്സാം എക്സ്റ്റെൻഡ് ആയിരുന്നു. പക്ഷേ എൻ്റെ എക്സാംസ് ജൂൺ 1 തീർന്നായിരുന്നു. എനിക്കങ്ങനെ CUET റിസൾട്ട് വന്നപ്പോൾ 672 സ്കോർ ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 800. സോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസ് കോളേജായിരുന്നു എൻ്റെ ഡ്രീം കോളേജ് എന്ന് പറയുന്നത്. മിറാൻഡ ഹൗസ് കോളേജിൽ തന്നെ ഏത് കോഴ്സ് ആയാലും പഠിക്കാമെന്നൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അന്നേരം എൻ്റെ ഫസ്റ്റ് 23 പ്രിഫറൻസസ് ഞാൻ മിറാൻഡ ഹൗസ് കോളേജിൽ കൊടുക്കുകയും അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോക്കേഷൻ വന്നപ്പോൾ എനിക്ക് മിറാൻഡ ഹൗസ് കോളേജിൽ എൻ്റെ 18th പ്രിഫറൻസായ BA ജോഗ്രഫി പ്ലസ് ഇംഗ്ലീഷ് ആയിരുന്നു കിട്ടി. CUET 2024 എഴുതുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ടിപ്സ് എന്ന് പറയുന്നത് NCET ഫുള്ള് കവർ ചെയ്യുക, ടെസ്റ്റ് സീരീസ് എല്ലാം അറ്റൻഡ് ചെയ്യുക, ഡെയിലി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ക്ലാസ്സസും വീഡിയോസും നോട്ട്സും അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസും എല്ലാം ഒരേ കണക്ക് വർക്ക് ചെയ്ത് ഓരോ ചാപ്റ്ററും കവർ ചെയ്യുമ്പോൾ അത് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ നല്ല ക്ലിയർ ആയിരിക്കും. സോ ക്വസ്റ്റ്യൻസ് എക്സാമിന് നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്ന ടൈം മാനേജ്മെൻറ്റ് വേണം. സോ അതിനെല്ലാം നിങ്ങൾ നല്ല പ്രിപ്പയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടൈമിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനായി നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ Prepwise-ൽ ഇതിനകത്തുള്ള ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസും അതൊക്കെ തന്നെ ധാരാളമാണ്. അത് തന്നെയാണ് എന്നെയും വിജയിക്കാനായിട്ട് സഹായിച്ചത്. എക്സാംസിന് നമ്മൾ സിമ്പിളായി ഈസി ആയിട്ട് കാണരുത്. നല്ല കോമ്പറ്റീഷൻസും ടഫും കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. നല്ല കോമ്പറ്റീഷൻ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും കൺസിസ്റ്റൻസിയും എല്ലാം വേണം. സോ ഇനി CUET എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്.